മക്കളെ വേഗം വന്ന് വണ്ടിയിൽ കയറ്. ഇതെവിടെ അമ്മ വെക്കേണ്ടത്? അത് പിന്നെ ചോദിക്കാനുണ്ടോ മക്കളെ? ചെന്നത് ഡിക്കിയിൽ വെച്ച്. ഇതിപ്പോ ഒരുമാതിരി പഴയ അംബാസഡർ കാറിൽ പോയിട്ട് നമ്മൾ ഇനിയിപ്പോ എപ്പോ എത്താനാ? എന്റെ പൊന്നു മക്കളെ, ഇത് നല്ല കാറാണ്. നമ്മുടെ തറവാടിന്റെ ഭാഗ്യം തന്നെ ഈ കാറാണ്. ഈ കാർ അച്ഛനുള്ളത് കൊണ്ടല്ലേ അച്ഛന് ഇതുപോലെ നല്ലൊരു ഭാര്യയെ കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പൊ അച്ഛന് ഏതേലും പെണ്ണിനെ കെട്ടിയിട്ട് നരകിക്കുന്നുണ്ടാവട്ടെ. എടി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? സമയം പോകുന്നത് തന്നെ അറിയില്ല. വണ്ടിയിൽ കയറാൻ നോക്ക്. മക്കളെ, ഇനിയൊരു കൂട്ടർ കൂടി വരാനുണ്ട്. അവർ വന്നതിന് ശേഷം നമുക്ക് വണ്ടിയിൽ കയറാൻ. കേട്ടല്ലോ? ഇനിയൊരു കൂട്ടരോ? അതോ ആരാ അമ്മേ? ഓ, അതാരുമില്ല മക്കളെ. അതോ സുധാന്റിയും പപ്പീഷ് മോനും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവയും കൂടി കാത്തിരിക്കാം നമുക്ക്. കേട്ടല്ലോ? സുധാന്റിയും പപ്പീഷ് മോനും. അതിനെന്താ ഇപ്പൊ? അവനെ പറ്റിയിട്ട് അമ്മയ്ക്ക് ഒന്നും അറിയാത്തതുകൊണ്ടാ. അവന് വന്നാൽ തന്നെ ഈ തറവാട്ടിലത്തെ ട്രിപ്പ് തന്നെ മൂഞ്ചി പോവമ്മേ. അവന് വന്നിട്ട് പറയും, പാറേച്ചി അതുകൊണ്ട് താ, ലച്ചേച്ചി ഇതുകൊണ്ട് താ, പാറേച്ചി അങ്ങോട്ട് വാ, ലച്ചേച്ചി ഇങ്ങോട്ട് വാ. അങ്ങനെ ട്രിപ്പ് മൊത്തത്തിൽ മൂഞ്ചി പണ്ടാരമാണ് അമ്മേ. എടി, അവനെ നിങ്ങൾ എത്ര സ്നേഹത്തോടെയാ ലച്ചേച്ചി പാറേച്ചി എന്നൊക്കെ വിളിക്കുന്നത്. അവനെ തന്നെ നിങ്ങൾ ഇങ്ങനെ പറയണം. കേട്ടല്ലോ? അത് അവനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ അമ്മേ. ചേച്ചി, ഞങ്ങൾ വന്നു. സുധമോളോ, വാ മോളെ, വാ, വന്ന് വണ്ടിയിൽ കയറി. ശരി ചേച്ചി. രക്ഷപ്പെട്ടു, അവൻ വന്നില്ല. വൈകിപ്പോയി, പെട്ടെന്ന് തന്നെ വാ, വന്ന് വണ്ടിയിൽ കയറി. എല്ലാരും വേഗം വണ്ടിയിൽ കയറിയ. എടി പാറു, നീ വണ്ടി കയറുന്നില്ലേ? സ്പെഷ്യൽ ഗസ്റ്റോ? അതാരാടി അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ്? ഹലോ മൈ ഡിയർ മമ്മി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കുശലകുമാരി ഇതാ ഓൺ ദ വേ ആണ്. അവൾ വന്നതിന് ശേഷം നമുക്ക് വണ്ടിയിലോട്ട് കയറാം. ഓക്കേ? ഹേയ് പാറു, ദാ ഞാൻ വന്നു. എടി കുശലകുമാരി, നീ എന്തിനാണ് എന്റെ പൂച്ചയെ കൊണ്ടുവന്നത്? ഹായ് ആന്റി, ആന്റിക്ക് സുഖാണോ? മോളെ, ആന്റിക്ക് സുഖം. വാ, വേഗം തന്നെ വന്ന് വണ്ടിയിൽ കയറാം. നമുക്ക് അല്ലെങ്കിൽ തന്നെ കുറെ സമയം വൈകി. ശരി ആന്റി, നിങ്ങൾ വന്ന് വണ്ടിയിൽ കയറാവേ. എടി ലച്ചു, കുശലകുമാരി, പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറി. എല്ലാവരും കയറി. ഇനി നിങ്ങൾ മാത്രം ബാക്കിയുള്ളത്. എടി പാറു, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ ഫ്രണ്ടിൽ കയറാൻ, നീ ബാക്കിൽ ഇരിക്കുന്നത്. എടി നീ എന്താടി എന്നോട് തല്ലുകൂടാൻ വരുവാണോ? ശരി, ഇപ്പൊ കാണിക്കാവേ. മതി മതി, നിർത്ത്. കാറിലെങ്കിലും കുറച്ച് സമയം മനുഷ്യന് സമാധാനം തരുവോ? നിങ്ങൾക്ക് ഇത്രയ്ക്കും ധൈര്യമാണോ ഇങ്ങനെ അടികൂടാൻ? കാർ എടുത്ത് വന്നിട്ട് അതും എന്റെ മുന്നിൽ വെച്ചിട്ട്. ഇപ്പൊ തരാം നിങ്ങൾക്ക് രണ്ടാൾക്കും ശരിയാക്കി തരാം. കേട്ടല്ലോ? അയ്യോ അമ്മേ, എന്നതല്ലല്ലോ. ഇനി ഞാനൊന്നും ചെയ്യില്ല. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. അവയെ മിണ്ടാതെ അനങ്ങാണ്ട് അവിടെ ഇരുന്നു. കേട്ടല്ലോ? ഡി കൊട്ടപ്പല്ലി, ഇങ്ങനെ ഒരുമാതിരി ശരിക്കൊന്നും വേണ്ട. നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുക. കേട്ടല്ലോ? എല്ലാ ദിവസവും കണ്ടോണ്ട് പോയാ പോരെ. ഇവനെ എന്തിനു ശ്രദ്ധിക്കണം വെറുതെ. പാട്ട് വെക്കോ? അയ്യേ, ആ പാട്ടൊന്നും വേണ്ട അങ്കിളെ. കടുവയിലെ പാട്ട് വെച്ചാൽ മതി. കേട്ടല്ലോ? അച്ഛാ, എനിക്ക് കടുവയിലെ പാട്ട് വേണ്ട അച്ഛാ. നമുക്ക് ധനുഷിന്റെ പുതിയ മൂവിയിലെ